Dear students and parents, welcome to this webinar. Start early for JEE, NEET, KVPY, etc. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ. ഇവിടെ പറഞ്ഞതുപോലെ IIT മദ്രാസിൽ നിന്ന് ബിടെക്കും എംടെക്കും പൂർത്തിയാക്കി ഇപ്പോൾ ഇന്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം സ്റ്റെം ജീനിയസ് എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഹെഡായിട്ട് കൂടി ഞാൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷനിലോട്ട് കടക്കുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു ന്യൂസ് വെച്ചിട്ടാവാം. ഓക്കെ, എൻ്റെ സ്ക്രീന് എല്ലാവർക്കും വിസിബിൾ ആണ് എന്ന് കരുതുന്നു. 1.28 ലക്ഷം ആളുകൾ, കുട്ടികൾ കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങി. 4.5 ലക്ഷം കുട്ടികളാണ് SSLC എക്സാം കേരളത്തിൽ കഴിഞ്ഞ വർഷം എഴുതിയത്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് 1.28 ലാക്ക് സ്റ്റുഡൻസ്, അത്രയും സ്റ്റുഡൻസ് മുഴുവൻ A+ നേടി. A+ നേടിയവരും അല്ലാത്തവരുമായിട്ടുള്ള ഈ ഒരു കോവിഡ് കാലത്ത് പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്നാൽ ഇത്രയധികം A+ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സമയത്ത് കേരളം എന്നുള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ, മനുഷ്യ വിഭവ ശേഷിയുടെ സൂചികയിൽ ഇന്ത്യയിൽ തന്നെ 1ാമതാണെന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രൈമറി എഡ്യൂക്കേഷന്റെ പേരിൽ, ലിറ്ററസിയുടെ പേരിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും വലിയ ഏറ്റവും നല്ല സംസ്ഥാനമാണ് കേരളം എന്ന് അറിയപ്പെടുന്ന ഈ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഇത്രയും അധികം കുട്ടികൾ A+ നേടുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. എന്നാൽ അതോടൊപ്പം നമ്മൾ ഉയർത്തേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്താണത്? ഇത്രയധികം A+ കിട്ടുന്ന കുട്ടികൾ ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പഠിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് IIT-കൾ പോലെയുള്ള, NIT-കൾ പോലെയുള്ള, മെഡിക്കൽ രംഗത്താണെങ്കിൽ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെയുള്ള, ജിപ്മർ, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് പോലെയുള്ള, ഐസർ, ഒരു സയന്റിസ്റ്റ് ആവണമെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് പോലെയുള്ള, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഈ 1.5 ലക്ഷം അല്ലെങ്കിൽ 1.25 ലക്ഷം A+കാരിൽ എത്രയാൾ പഠിക്കും എന്നുള്ളതാണ് നമ്മൾ ഉയർത്തേണ്ട ഏറ്റവും കീ ആയിട്ടുള്ള ചോദ്യം. ഞാൻ ഇവിടെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ ഒരുപക്ഷെ പിന്നോക്കമായി കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള എത്ര കുട്ടികൾ IIT-യിൽ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. IIT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെക്നോളജി എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് IIT എന്നുള്ളത്. നമ്മൾ പൊതുവെ പുറകോട്ടായി കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് 1,20,000 ആളുകൾ പരീക്ഷ എഴുതി 1,450 ആളുകൾ IIT-യിൽ എത്തുന്നു. ബീഹാർ എന്ന് പറയുന്ന നമ്മൾ ഒരുപക്ഷെ പുച്ഛിച്ചു തള്ളുന്ന സംസ്ഥാനത്തിൽ നിന്ന് 74,000 ആളുകൾ പരീക്ഷ എഴുതി 822 ആളുകൾ IIT-യിൽ എത്തുന്നത് റിയൽ ആയിട്ടുള്ള കണക്കാണ്, കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കാണ്. ഹരിയാനയിൽ നിന്ന്, നമ്മളെക്കാളും ചെറിയ സ്റ്റേറ്റ് ആയിട്ടുള്ള ഹരിയാനയിൽ നിന്ന് 26,000 ആളുകൾ പരീക്ഷ എഴുതി 440 ആളുകൾ IIT-യിൽ എത്തുന്നു. എന്നാൽ പ്രബുദ്ധമായ കേരളത്തിൽ നിന്ന്, ഏറ്റവും കൂടുതൽ A+കാരെ സൃഷ്ടിക്കുന്ന കേരളത്തിൽ നിന്ന്, ഏറ്റവും കൂടുതൽ മികച്ച മാർക്കോട് കൂടി പാസ്സാവുന്ന ആളുകൾ ഉണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്ന കേരളത്തിൽ നിന്ന് 45,000 ആളുകൾ പരീക്ഷ എഴുതുമ്പോൾ അതിൽ 181 ആളുകൾ മാത്രമാണ് IIT പോലെയുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ സക്സസ് റേറ്റ് 1.21 ആണ്, ജാർഖണ്ഡിൽ അത് 1.23 ആണ്, ബീഹാറിൽ 1.1 ആണ്, ഹരിയാന പോലൊരു സ്റ്റേറ്റിൽ അത് 1.63 ആണ്. എന്നാൽ കേരളത്തിൽ അത് 0.39 ആണ്. 0.39 മാത്രമാണ് കേരളത്തിൽ നിന്ന്. അതായത് കേരളത്തിൽ 100 ആളുകൾ പരീക്ഷ എഴുതിയാൽ ഒരാൾ പോലും IIT പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് നമ്മളെ ശരിക്കും ഞെട്ടിക്കേണ്ട ഒരു കണക്കാണ്. ഇത് IIT-ക്ക് മാത്രം ബാധകമല്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ എടുത്താൽ അവിടെ നമ്മൾ കേരളത്തിലെ പ്രാതിനിധ്യം കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ 2 തരത്തിലുള്ള
എക്സാമിനെ നമ്മൾ ആക്ച്വലി അഡ്രസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന 8th, 9th, 10th, 11th, 12th എല്ലാം നിങ്ങൾ എഴുതുന്ന ക്വാളിഫയിങ് എക്സാംസ്. അവിടെ 90 മാർക്കിനും കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയാൽ യു വിൽ ബി ഗിവൺ എൻ A+ ഓർ എൻ A1. നിങ്ങൾക്ക് A+ഓ A1ഓ കിട്ടും. എന്നാൽ അവിടെ ഈ ഒരു JEE പോലെയുള്ള എക്സാമിൽ, JEE എന്ന് പറഞ്ഞാൽ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാനാണ്. IIT, NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ എത്താനുള്ള എക്സാം ആണ് JEE. മെഡിക്കൽ MBBS സീറ്റ് കിട്ടാനുള്ള എക്സാം ആണ് NEET. അതുപോലെ പല എക്സാംസ് ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് വരുന്ന സ്ലൈഡ്സിൽ വരും. ഈ എക്സാംസ് എന്നുള്ളത് ഒരു ക്വാളിഫയിങ് എക്സാം അല്ല, നേരെ മറിച്ച് അതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. എന്താണ് കോമ്പറ്റീറ്റീവ് എക്സാം? അതിൽ 10,000 ആളുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 90 മാർക്ക് കിട്ടിയ എല്ലാവർക്കും A+ അല്ല, നേരെ മറിച്ച് 90 മാർക്ക് കിട്ടിയവനും 90.1 മാർക്ക് കിട്ടിയവനും തമ്മിൽ അവിടെ ഒരു റാങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എക്സാമുകൾ എഴുതുന്നത് 12 ലക്ഷവും 15 ലക്ഷവും ഒക്കെ ആളുകളാണ്. ആ ആളുകളിൽ നിന്ന് റാങ്കിങ്ങിൽ ഏറ്റവും മുകളിൽ എത്തുന്ന ആളുകളാണ് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് SSLCക്ക് എത്ര മാർക്ക് ഉണ്ടെന്നോ 8th, 9th, 10th അല്ലെങ്കിൽ 11th, 12th എത്ര മാർക്ക് ഉണ്ട് എന്നതോ പലപ്പോഴും പരിഗണിക്കുകയേ ഇല്ല. ഇവിടെ ഞാൻ മറ്റൊരു എക്സാമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. NTSC അഥവാ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാം. നാഷണൽ ടാലന്റ് സെർച്ച് എക്സാം എന്നുള്ളത് ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി നടത്തുന്ന എക്സാം ആണ്. ഓക്കെ, അതിൽ വിജയിക്കുന്ന 10th സ്റ്റാൻഡേർഡിൽ നടത്തുന്ന എക്സാം ആണ്. നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലെ കുറച്ച് കുട്ടികൾക്കെങ്കിലും അത് പരിചയം ഉണ്ടാവും. അതിൽ നിന്ന് കേരളത്തിൽ ഒരു വർഷം 200 ആളുകളെയാണ് കേരളത്തിൽ നിന്ന് ആകെ സെലക്ട് ചെയ്യുക. 4 ലക്ഷം ആളുകളിൽ 1.3 ലക്ഷം ആളുകൾക്ക് നമ്മൾ A+ കൊടുക്കുമെങ്കിൽ NTSC എക്സാമിന് നമ്മൾ സെലക്ട് ചെയ്യുക വെറും 200 ആളുകളെയാണ്. ആ 200 ആളുകളിൽ നിന്ന് അടുത്ത സെക്കൻഡ് ലെവൽ സ്റ്റേജിൽ നമ്മൾ എക്സാം എഴുതിയിട്ടാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇന്ത്യയിൽ NTSC സ്കോളേഴ്സിനെ തെരഞ്ഞെടുക്കുക. ഈ NTSC സ്കോളേഴ്സിന് അവർക്ക് 10th 11th സ്റ്റാൻഡേർഡ് മുതൽ അവരുടെ PhD വരെ കഴിയുന്നത് വരെ അവർക്ക് സ്കോളർഷിപ്പ് 4.5 lakh rupees സ്കോളർഷിപ്പ് ഗവൺമെന്റ് കൊടുക്കും. ഈ എക്സാമിനെ കുറിച്ച് നിങ്ങളിൽ എത്ര ആളുകൾ കേട്ടിട്ടുണ്ട്? ഇതിൽ 8th, 9th, 10th പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനിയന്മാരും അനിയത്തിമാരും അവരുടെ പാരന്റ്സും എത്ര ആളുകൾ ഈ എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഇത് അറിയപ്പെടുന്നത് ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്നാണ്. ഈ എക്സാം ആക്ച്വലി നിങ്ങൾക്ക് JEE പോലെയുള്ള നീറ്റ് പോലെയുള്ള സിവിൽ സർവീസ് പോലെയുള്ള എക്സാംസിന് ഒരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇത് കേരള ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ചേർന്ന് നടത്തുന്ന എക്സാം ആണ്. ഈ എക്സാമിന് ഇത്തരം എക്സാംസിനാണ് നമ്മൾ ആക്ച്വലി ഹയർ എഡ്യൂക്കേഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ പരിശീലിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള 10 ആളുകൾ കേരളത്തിൽ NTSC എക്സാം ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ ആഴ്ചയാണ് റിസൾട്ട് വന്നത്. ക്വാളിഫൈ ചെയ്ത 10 സ്റ്റുഡൻസ് ആണ്. ഇവർക്കൊന്നും ഫുൾ A+ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ഇവരൊക്കെ A+ അപ്രൂവ് വാങ്ങിയ ആളുകൾ. അതായത് കേരളത്തിലെ 4.5 lakh SSLC സ്റ്റുഡൻസിലെ ഏറ്റവും ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആയിട്ടുള്ള 200 സ്റ്റുഡൻസിലെ 10 സ്റ്റുഡൻസ് ആണ് ഇവർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് NTSC എന്നുള്ള എക്സാംസിനെ കുറിച്ച് അവർ അവെയർ ആയതുകൊണ്ട് അവർക്ക് ആക്ച്വലി ഇത് അവരുടെ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള അവരുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനിൽ അവർ ബാക്കിയുള്ളവരെക്കാൾ ഒരുപാട് മുമ്പിലാണെന്ന് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ 4 അക്ഷരങ്ങൾ നോട്ട് ചെയ്യണം. NTSC നാഷണൽ ടാലന്റ് സെർച്ച് എക്സാം. ഇതിലുള്ള 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും മിടുക്കന്മാരും മിടുക്കളുമായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇന്നൊരു പ്രതിജ്ഞ ചെയ്യണം, ഞങ്ങൾ NTSC എക്സാം എഴുതും. അത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഈ വെബിനാറിൽ 760 ആളുകളുണ്ട്. 200 ആളുകളെ NTSC എക്സാം ക്വാളിഫൈ ചെയ്യുള്ളൂ. അത് എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. പക്ഷേ അതെന്താണ്? അത് നമ്മുടെ പ്രിപ്പറേഷന്, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വലിയൊരു കൈമുതലാവും. ഓക്കെ, വലിയൊരു കൈമുതലാവും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമുക്ക് ചുറ്റും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള ചോദ്യം. പാരന്റ്സും സ്റ്റുഡൻസും ചോദിക്കേണ്ട. നമുക്ക് A+ കിട്ടിയാൽ സന്തോഷമാവും, നമ്മുടെ ടീച്ചേഴ്സിന് സന്തോഷമാവും, നമ്മുടെ പാരന്റ്സിന് സന്തോഷമാവും, നമ്മുടെ ഫോട്ടോ വെച്ച് ഫ്ലെക്സുകൾ അങ്ങാടിയിലും സ്കൂളിലൊക്കെ ഇങ്ങനെ തൂങ്ങും, അതിലൊക്കെ ഹാപ്പിയാണ്. പക്ഷെ ആ A+ കിട്ടുന്ന എത്ര ആളുകൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുന്നുണ്ട്? അവിടെയാണ് നമ്മുടെ വിജയം. അല്ലാതെ എനിക്ക് കുറെ A+ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ NTSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോച്ചിങ് STEM Genius നടത്തുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലാസ്റ്റ് ഞാനൊരു നമ്പർ തരാം, അവർക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.